ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും അഭിഭാഷകരുടെ കലാ സാംസ്കാരിക സംഘടനയായ മേളവും സംയുക്തമായി വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് KN ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും അഭിഭാഷകരുടെ കലാ സാംസ്കാരിക സംഘടനയായ മേളവും സംയുക്തമായി വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം അഡീഷണൽ ജില്ലാ ജഡ്ജ് KN ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ്സിന്റെ ന്യൂ ജനറേഷൻ അഡ്വക്കേറ്റ്സിന് ആണെങ്കിൽ ഇത് പഠിക്കേണ്ട കാര്യമില്ല. അവർ ബ്രൗസ് ചെയ്ത് സെർച്ച് ചെയ്ത് പെട്ടെന്ന് കണ്ടെത്തും ഒരു പർട്ടിക്കുലർ പൊസിഷൻ. ഈ സൈറ്റേഷൻ ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ ഒരു സൈറ്റേഷൻ പഴയതുപോലെ ഇപ്പൊ പറയാൻ പറ്റില്ല, എനിക്കും പറ്റുന്നില്ല. മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ റിസർച്ച് മെത്തേഡ് മാറി. ഞാൻ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന എൻ്റെ സീനിയർ ഓഫീസിലെ ഫോൺ നമ്പർ എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ തന്നെ വണ്ടിയുടെ നമ്പറോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തന്നെ ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ളത്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാവ് നഷ്ടപ്പെട്ടു പോലെ നടക്കേണ്ട ഒരവസ്ഥയുള്ളത്. അപ്പോൾ അതിന് ആ അറിവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം തന്നെ ഇതിൽ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിയുമ്പോൾ ഇതൊന്നും ഈ കേവലം അക്വിസിഷൻ ഓഫ് നോളജ് മാത്രമല്ല. ബുക്സ് എന്ന സോഴ്സ് എന്ന് പറയുന്ന അറിവ് കിട്ടാൻ മാത്രമുള്ളൊരു മാർഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട, അഡ്വക്കേറ്റ് ജോഷി ജോസഫ്, അഡ്വക്കേറ്റ് AK ശ്രീകാന്ത്, അഡ്വക്കേറ്റ് KR സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട, അഡ്വക്കേറ്റ് ജോഷി ജോസഫ്, അഡ്വക്കേറ്റ് AK ശ്രീകാന്ത്, അഡ്വക്കേറ്റ് KR സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.